ഹലോ യൂട്യൂബ്, നമ്മളിന്ന് റോസ്മലയിലേക്കാണ് പോകുന്നത്. കറക്റ്റ് സമയത്ത് അടുത്തൊരു മഴയും കൂടെ പെയ്തിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് മഴ കുറച്ച് കുറഞ്ഞിട്ട് ഇങ്ങ് പോവാം. തുറന്നാ നോക്കടാ ആദ്യം. നീ പോയി നോക്കിട്ടോ, തുറന്നാ എന്തായാലും അങ്ങോട്ട് പോവാ. നീ പയ്യെ പോവാന്ന് പറഞ്ഞാൽ നീ നട. ഒരുത്തരും കൂടെ ഉണ്ടായിരുന്നല്ലോ നമ്മളിവിടെ. ആര് ജോഷി? ഇതെങ്ങനെയാണ് ഇവൻ കണ്ടത്? രാത്രി വിളിച്ച് റെയിൻകോട്ട് എടുക്കാൻ പറഞ്ഞ വലിയ കോട്ട എടുത്തിട്ടുണ്ട്. വേറെ കോട്ട മഴയത്ത് തന്നെ എങ്ങനെ പോകും? കറക്റ്റായിട്ട് വെളിയിൽ ഇറങ്ങുമ്പോ മഴ കൂടും. നാല് കോട്ടുണ്ട്, 4 വണ്ടി ഫ്രണ്ട് ഇരിക്കുന്ന ഒരു കോട്ടുണ്ട്. പിന്നെ കല്ലല്ലേ വീട്ടുള്ളതുകൊണ്ട് മഴ എന്തിനാ കരുന്ന് ഇന്നലെ അവൻ്റെ അടുത്ത് മര്യാദ പറഞ്ഞേ, അതേ കോട്ട് എടുത്ത് അപ്പോഴും എന്റെ അടുത്ത് പറയാണ് കോട്ട് എടുക്കണ്ട. ഓ എന്നിട്ട് എന്റെ അടുത്ത് ഇപ്പൊ പറയാണ് എവിടെയെങ്കിലും കോട്ട് ഉണ്ടാ നോക്കാം. കോട്ട് കടന്ന എന്താ ഹെൽമെറ്റ് മറന്നു വെച്ചോ? ഞായറാഴ്ച കടിയനെ കാണും. ഇവന്മാര് റെയിൻകോട്ട് മേടിച്ച സ്ഥിതിക്ക് ഇനി മഴ പെയ്യൂല. വാള സെൽഫി എടുക്കാം, വാ കമോൺ. ലിയോ എന്താ പറയാനുള്ളത്? കാഞ്ചനല്ല ചെറുക്കമാ. അടുത്താറാ പോവാ. നീ ഓഫ് ചെയ്യാലേ കിടക്കട്ടെ. ഇവിടെ ഹോട്ടൽ വേണ്ട നിർത്തണേ കേട്ടോ.
കയറി കഴിക്കാന്നോ? അവിടെ പോയിട്ട് എവിടെ? അവിടെ എന്ത്? അവിടെ പക്ഷേ മീനിന്റെ അവിടെ മറ്റാണോ കഴിച്ചിട്ട് വലിയ മീനെന്ന് അറിയാം. ആരും നിന്ന് ഇവിടുന്ന് ഒരു സ്റ്റോറിയുണ്ട്. ഇവിടെ മീനെ പിടിച്ചു കഴിഞ്ഞാൽ മരിക്കും അങ്ങനെ എന്താ കണ്ടേ ഒരു ഒരാൾ പിടിച്ച് മരിക്കും, ഒരു കുടുംബം മൊത്തം മരിക്കും. ഇവിടെ ഒരു മീൻ ഒഴുകി അങ്ങനെ അത് പോകില്ലടി, അതാണ് ഏറ്റവും കോമഡി. ഇത്ര ഒഴുക്കുള്ള സ്ഥലത്ത് ആ മീൻ പോകും. അവിടെ ഇറങ്ങണ്ട വേളാങ്കണ്ണിയിലൊക്കെ തുപ്പ് ഞാൻ കണ്ടത് അവിടെയൊക്കെ കൊണ്ടുപോകും. ഇവിടെ എല്ലായിടത്തും ഉണ്ടോ? ഇവിടെ ഫുള്ളുണ്ട്. നമ്മൾ വന്നപ്പോൾ ഓ സ്വന്തമായിട്ട് വിഴിഞ്ഞിട്ടിട്. ഉനേസ് മിക്കവാറും ഉടഞ്ഞ പണക്കാരനാവും കേട്ടോ. ഇതൊക്കെ ഓരോ ഐതിഹ്യമാണ്, അല്ലാതെ ഐതിഹ്യം. എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ എത്ര ഒഴുക്ക് വന്നാലും ഇവിടെ തന്നെ ആഹാരം ആ ചുമ്മാഹാരം കിട്ടിയ നമ്മളതിനോട് നിൽക്കില്ലേ? മൂന്ന് ഫുഡ് എടാ അവ അത് ചോദിക്കാനാണ് നിന്നത് കേട്ടാ. അതും പണിയെടുക്കണ്ടാ ഒഴിക്കാ പിടിച്ചില്ല. ഒരു ദോശ മതി, പ്ലെയിൻ ദോശ. ഒരു പ്ലെയിൻ ദോശ എനിക്ക് ഇതാണ് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞു, കുളത്തൂപ്പുഴ കഴിഞ്ഞില്ലേ ഇപ്പൊ നമ്മള്? ഇനിയാണ്. ആ നിനക്ക് വരും. വേറെ വേറെ സ്പീഷീസ് ആണ് അവൻ. നീ റോസ് അവിടെ ഇത് പ്ലെയിൻ അല്ലേ? പ്ലെയിൻ ഇവിടെ. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് ബാക്കി
പോവാം. അവൻ എന്താ അതിന്റെ മേളില് വണ്ടിയിൽ വാപ്പോ. അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് കണ്ടിരിക്കുകയാണ്. പക്ഷെ വണ്ടി ഇതുവരെ എത്തിയില്ല. വണ്ടി എത്തി കൊണ്ട് കേട്ട് ഈ ട്രിപ്പൊക്കെ പോകുന്നിടത്ത് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നിനക്ക് പോകുന്നതിന് മുമ്പേ വണ്ടിയിൽ ഓയിൽ കറക്റ്റാണോ, വണ്ടി വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ചെയിനൊക്കെ ടൈറ്റ് ആണോ, എല്ലാം ഒന്ന് നോക്കിയിട്ട് വേണം ഇതണക്ക് ഇറങ്ങാൻ വേണ്ടി. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഇതണക്ക് വഴി കിടക്കേണ്ടി വരും. അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് ലൂസാകും. ഒരു മണിക്കൂർ എടുക്കും. എനിക്ക് മാറ്റണം ഇതിന്റെ എനിക്ക് ആയില്ല. ഒരു മണിക്കൂർ എടുക്കുമല്ലോ. 1 മണിക്കൂർ എടുക്കും. എത്ര മണി ടൈം എടുക്കണം? 1 മണിക്കൂറിനകത്ത് എത്തി തരാം. ഇങ്ങനെ വന്നേണം നോക്കണം, അവന്റെ മുഖരിക്കും നോക്കണം. സ്റ്റാൻഡ് വന്നപ്പോ എങ്ങനെ ഇരുന്നു പറഞ്ഞ ടൈമിന് ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതുകൊണ്ടല്ല അവന്റെ വിഷമം നോക്കി. വണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ശരിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പോയിട്ട് വന്ന് വീട്ടിൽ എത്താനുള്ള പരിപാടിയൊക്കെ നടക്കുമെന്നാണ് വിശ്വാസം. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി പരിപാടിയൊക്കെ നോക്കാം. വണ്ടി ഓക്കെ അല്ലേ, സെറ്റല്ലേ? റോസ്മലയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ വഴിക്ക് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടില്ല ആർട്ടി. അപ്പോൾ അവിടെ ഒന്ന് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ രാജാത്തോട്ട് അങ്ങോട്ടൊന്നും നമ്മളിപ്പോൾ അലോഡല്ല. ഇപ്പോൾ ഈ മഴയുടെയൊക്കെ ഈ സമയം ആയതുകൊണ്ട് അവിടെയൊക്കെ
ഇപ്പോൾ ഫോറസ്റ്റുകാർ ഇപ്പോൾ ആരെയും അങ്ങോട്ട് വിടുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ റോസ്മലയിലോട്ട് പോയി അവിടെ ഇവിടുത്തെ കുറച്ച് ഇതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് രാജ്യത്തോട്ട് പിന്നെ അങ്ങോട്ട് പോയി നോക്കാം. RTO ഒക്കെ ചിലപ്പോൾ അകത്ത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ കടയിൽ ചോദിച്ചപ്പോ എന്തെന്ന് പറഞ്ഞു? കയറ്റി വിടുമെന്നോ? പറഞ്ഞുവിടോ? നിനക്ക് എക്സ്ട്രാ മേടിച്ചാവുമാര് കെയറിങ് ആണോ നീ? അത് ഡാമേജ് ആണ്. 150 രൂപ അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഏത് അത് ഡക്കാത്തലോണ് 900 രൂപ വാങ്ങിച്ചിട്ട് ഒരു ഗുണമില്ല. ഏത് ടോസ റോക്ക് പേപ്പർ ഇവര് കൊച്ചു പിള്ളേരാണത് അഭിനയിക്കുന്നതാണ്. എത്ര വയസ്സാണ്? പെണ്ണെട്ടാ പ്രായമില്ലടാ നിനക്കൊക്കെ. இவர் வந்து பெரிய ஆளு. ബോർഡറിൽ കണക്ഷൻ 200 രൂപ ഫൈനും അടച്ചിருக்கு. കണക്ഷൻ മാത്രമല്ല കാരണം കേരളത്തിലെ പെരിയ ആള്. അതാണ് 200 ഇരിക്കട്ടാ, നിനക്ക് ഇപ്പഴേ വിശക്കുന്ന. കുറച്ചു മുമ്പ് നീ കഴിച്ചല്ലേ ഉള്ളൂ. പോത്തല്ലടാ, അത് പശുവിനെ കെട്ടിയിട്ടിരിക്കുന്നതാ. പശുവിനെ പോത്തിനെ തിരിച്ചറിഞ്ഞത് ഇവനേക്ക് ആരാ വിളിച്ചത്? മയിലിനെ കണ്ടപ്പോ അതുകൊണ്ട് സ്പീക്കറിൽ ഭാഷണം പറഞ്ഞപ്പോ പയ്യ ഇട്ടിട്ട് തന്നിട്ട് അവനെ പിടിച്ചു. ഇത് കൊണ്ടുപോകാൻ പാടില്ല, ഫൈനെന്താ ഇവിടെ? സ്പീക്കർ തിരിച്ചു കൊണ്ടുവരല്ലടാ. ഇവരാണ് അവിടെ പോയത്. നീ വന്നപ്പോഴാണ് അവൻ കണ്ടത്. അതിന്റെ വീഡിയോ എടുക്കണം. ഇപ്പൊ ഇടണ്ട പാട്ട്. ചാർജ് കുറവല്ലേ? അവിടെ പോലീസാണ് വിചാരിച്ചാണ് പാട്ടിട്ടോണ്ട് പോലെ സ്കൂളിൽ പോയി പഠിക്കാനുള്ള പയ്യന്മാരൊക്കെ പിടിച്ചു. നമ്മളല്ലേ ഈ ചെറിയൊരു വെള്ളച്ചാട്ടം തന്നെ പോകും. അപ്പോഴായിരിക്കും മറ്റേ സിനിമയിലാണ് നമ്മളെ പോവാൻ നിൽക്കുമ്പോ മുനീർ പറയും ഞാൻ അവനെ കൊണ്ടേ വരും. അപ്പോഴേ കളഞ്ഞു ഇവരെ കാണിട്ട് പോണോടാ. എവിടെ കളയാൻ ഞാനോ അവന്മാരെയോ ഹോസ്റ്റൽമാര് ഇവരവിടെ കൊടുത്തിട്ട് കൊടുക്കുന്നതല്ലേ. ഇത് എടുത്തു അവ ഇതൊരു കുട്ടോട്ടിലെ വെച്ചിട്ട് വെള്ളത്തി എത്തിയേ. അവിടെ പോലീസ് പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചാണ്. നോക്കാം പാമ്പാണോ വേറെ എന്തെങ്കിലും അട്ടയാണോ? എവിടാ എവിടാ അട്ടയടാ? അട്ടേനെ പാമ്പിനെ തിരിച്ചറിഞ്ഞോടത്ത് ഇവനെയൊക്കെ നീ പലതും വിചാരിക്കും. നീ വെള്ളത്തിൽ കൂടെ ഞാൻ ചവിട്ടി അങ്ങ് പോണ്ടേ?
പറയുന്നതാണ് കയറ്റി വിടത്തില്ല, അങ്ങോട്ട് പോയി നോക്കും. കൂടെ കയറ്റി എടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞങ്ങൾ വൈകുന്നേരം ആരൊക്കെ പൊക്കിച്ച് പോയി അല്ലെങ്കിൽ പോ. അവിടെ മേളിൽ കയറിയ ഓ വാ, വണ്ടി സൈഡ് ഈ സൈഡ് ഒതുക്കും. ഏറ്റവും മേളിലോ ഓ നോന്നോ അങ്ങോട്ട് ചേട്ടാ കുയിലും അത് കുയിലടാ മയിലടാ. ഫോട്ടോഗ്രാഫർ നിശ്ചല കുൽദീപ് മണ്ഡൽ, ഫോട്ടോഗ്രാഫർ എന്ന് പറയാൻ കുൽദീപ് മണ്ഡൽ. ഞാൻ വീണ്ടും ടിക്കറ്റ് എടുക്കണം, ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ട്. അനു ഇവിടെ നിന്നാണ് നമ്മള് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത്. മൊത്തം എത്രയായി? ഒരാൾക്ക് എത്ര? ഒരാൾക്ക് 50. ഇവിടെ നിന്ന് വെച്ച് നടക്കാം. കേറുന്നതിന് മുമ്പേ ഇവിടെ ഒരു ചായക്കട കണ്ടു. അപ്പൊ പിന്നെ ചായ കുടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. ഇവ വളർന്നു പറയുന്ന ഒരു യൂട്യൂബറാണ്. സബ്ടൈറ്റിൽസ് എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത് വരും കൂടും തോറും ചായട നഷ്ടം കേട്ടോ. ഫുൾ വ്യൂ കിട്ടണം അതിന്റെ ബാക്കി മറ്റേ പോലീസുകാരുടെ കയ്യിലൊക്കെ ഇനി കുറച്ചു ദൂരം കൂടെ ഉള്ളൂ എന്നാണ് പറയുന്നത്. മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് കയറാൻ. ആ ചറുക്കൊന്നും ഇല്ലല്ലോ. ആ നമ്മള് കറക്റ്റ് വ്യൂ പോയിന്റിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്.
താഴോട്ട് പോകാൻ പറ്റും. അപ്പൊ താഴോട്ട് പോകാൻ പറ്റത്തില്ല. താഴോട്ട് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു വ്യൂ ആയിരിക്കും. കേറാൻ പറ്റും. അപ്പം അവിടെ കേറിയിട്ട് അവിടത്തെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ ഇതുവരെ മേളിൽ നിന്ന് റീല് കാണാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടുന്ന് മേളിൽ നിന്നും കുറച്ചും കൂടെ പക്ക വ്യൂ കിട്ടുന്നുണ്ട്. സൗണ്ട് ഇത്രേ ഉള്ളൂ അങ്ങനെ. ഒരു ഐലൻഡ് ആണെങ്കിൽ കറക്റ്റ് ഹാർട്ട് ഷേപ്പിലാണ് സംഭവം. ഉണ്ടായിരുന്നു ആ അറ്റത്തുള്ള ആവരണം കറക്റ്റ് ഒരു ഹാർട്ട് ഷേപ്പിലിരിക്കുകയാണ്. അവിടെ കയറ്റി അത് ടിക്കറ്റ് റേറ്റ് ഇത്തിരി കൂടുതലാണെന്നല്ലോ. അതില് പറയും റേറ്റ് പറയും. പേരെന്തായിരുന്നടാ? അമ്പനാളാ? അമ്പനാളാ? പേരെഴുതാ മോളെ? മുനീർ എന്നാ ഇത്? ഇൻസൈഡ് ഇവിടെ എഴുതറ. വെൽക്കം ടു റോസ്മല. താടിയും കണ്ടില്ലടാ നീ. എങ്ങനെയാ എങ്ങനെയാ നടുക്കില്ല അല്ലേ? എല്ലാ കൂട്ടത്തിലും കാണോ ഇങ്ങനെ ഒരുത്തൻ. എല്ലാരും ഇങ്ങനെ ഇരിക്കുമ്പോ ഫോണും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇറങ്ങാം. ആര് അപ്പൊ നമ്മൾ അതിന്റെ പുറത്തെത്തി. ഇനി നമ്മുടെ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് വണ്ടിയും എടുത്ത് നേരെ ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകണം. നമ്മൾ നിന്ന സ്ഥലത്ത് പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് മേളിൽ നിന്ന് 2 പയ്യന്മാർ ലിഫ്റ്റ് ചോദിക്കുകയാണ്. അവരെ കൊണ്ടിവിടെ നിർത്തിയിട്ടുണ്ട്. വണ്ടി എന്തോ പെട്രോൾ കയറുന്നു. അങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാൻ പോകാം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്ലാനിങ് ആണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ എവിടെ പോവും, എന്തിനു പോവും, എങ്ങനെ പോവും ഒന്നും അറിയത്തില്ല. പക്ഷെ ഫസ്റ്റ് ഫുഡ്, അത് കഴിഞ്ഞിട്ട് ബാക്കി. അങ്ങനെ തപ്പി പിടിച്ചൊരു കട കിട്ടിയതുണ്ട് ഫുഡ് കഴിക്കാൻ. എന്നാലും ബിരിയാണിയെ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഓരോ കടകൾ കയറി ഇറങ്ങിയായിരുന്നു. ബിരിയാണി അവിടുന്ന് കിട്ടാത്തത് പിന്നെ കഴിച്ചിട്ടാവാം ബാക്കി.
ജസ്റ്റ് മിസ്. കുറച്ചും കൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ ഇറങ്ങിവിട്ടേ. 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യാം സംഭവം. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ബസ് നമ്മൾ ഈ വണ്ടി നമ്പറൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ നമ്മൾ ഒരു ബൈക്കാണെങ്കിൽ ഒരാൾക്ക് 100 ഒരാൾക്കല്ല, ഒരു ബൈക്കിന് 100. കാറാണെങ്കിൽ 400 ഒരു കാറിന്. ബാക്കി പൈസ പിക്ക് എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. പക്ഷെ ആ ഒരു വ്യൂ ഒക്കെ വിഷയമാണ്. നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടി നല്ല പിക്കൊക്കെ എടുക്കാം. നമ്മൾ ഇതുവരെ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടില്ല. അതിന് ഇനിയും ദൂരമുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ്. ക്ലൈമറ്റ് രക്ഷയില്ല. സമയം ഇപ്പോൾ ഒരു 5 മണിയായി. 5 മണി കഴിഞ്ഞു. നേരെ മേളോട്ട് പോവാം. ഇതിനേക്കാളും വലുതെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. വ്യൂ തന്നെ വേറെ ലെവലായിരുന്നു. ഇവിടെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടി ഒരു കിടിലം കുറച്ച് പിക്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ മേളിലോട്ട് പോയി നോക്കാം. പാറയാതിലൊക്കെയാണ്. പിന്നെ ഇവിടെ നല്ല ഫ്രഷ് തേയില കിട്ടും. പക്ഷെ അതും 1 മണിക്കകത്ത് ഇവിടെ എത്തണം. കിലോയ്ക്ക് 130 രൂപയാണ്. അപ്പൊ പിന്നെ ഇവിടത്തെ നോക്കാം ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ടോ. സെറ്റ് വ്യൂ ആണ്. ഇവിടെ കിടിലൻ തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. നമ്മൾ താഴ്ന്ന് വന്നതുപോലെ ഒന്നുമല്ല. ഫ്രിഡ്ജ് തുറന്ന് വെച്ചിട്ട് നമ്മൾ രാത്രി വെള്ളം കുടിക്കുമ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ തണുപ്പുണ്ട്. ആ ഒരു തണുപ്പാണ്. നല്ല ഫോഗാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് സംഭവം. നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. തണുപ്പാണെങ്കിൽ ഒരു രക്ഷയില്ല. എല്ലാവരും അവരവരുടെ രീതിയിൽ ഫോട്ടോയും ഇതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ആ ഫോഗ് പിന്നെയും കൂടിയിട്ടുണ്ട്. നല്ല കാറ്റും അതിൻ്റെ കൂടെ ആ ഫോഗും. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പകത് കരയില്ല. കൊണ്ടുവന്നിട്ട് നല്ല സ്ഥലം കാണിച്ചു കൊടുത്തു. മരിച്ച വീട്ടിൽ പോയവരെ തിരിച്ചു 300 രൂപ ബീഫും കഴിച്ചു. അത് 87 മറക്കും. എത്ര കേട്ടോ? 1300. കട കാണിക്കുക. 4-3 ഇറക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല. വലിയ നല്ല വിഷമത്തിലാണല്ലേ. എനിക്ക് കാര്യമില്ല ആലോചിച്ച.
ഇടുക്കിക്കാരി ആലോചിച്ചു ഡിപ്രഷൻ അടിച്ച അവള് കോടിയാടി ആളെ കൈ പിടിച്ച് കാലും പിടിച്ച് നടക്കുന്നത് ഇന്നലെ കോടയും കിട്ടില്ല. മുനിയനെ എന്തിനാ ഇത്ര ഡിപ്രഷൻ? അത് പെരിയ കഥ. ഇടുക്കി ലൈൻ ഉണ്ടായിരുന്നു, നമ്മളൊരു കൂട്ടുകാർ ചെയ്തിട്ടുണ്ട്. അവന്റെ ലൈൻ എറണാകുളത്താണ്, അവള് പഠിക്കുന്നത് ഇടുക്കിയിലാണ്. ഇന്റേൺഷിപ്പിന് ഉണ്ടല്ലോ ഇവര് എന്തോ പഠിക്കുന്ന അമ്പലത്തില് മിൽക്ക് ഫാക്ടറി ഉണ്ടല്ലോ, ഇന്റേൺഷിപ്പിന് വന്നു മിൽമേര. അപ്പം നമ്മൾ നോക്കിയപ്പോ അവന് നമ്മുടെ ആദ്യം പറഞ്ഞില്ല ഇവര് വന്ന കേസ്. ഇവര് രണ്ടും കൂടെ കൊണ്ട് കറങ്ങണം. ഈ ഒരു ബൈക്കിൽ അവന്റെ ലൈന് അവന്റെ അവളെ കൂട്ടായിട്ട് നമുക്കൊരു കറക്കം. നമ്മളെ വിളിച്ച് എന്നെ ശബ്ദം വിളിച്ചിട്ട് അതേപോലെ നമ്മൾ കൂടെ നമ്മൾ എപ്പോഴും പോയി രാത്രി ഫുഡ് അടി അവര് സ്ഥലം ഫുഡ് അടിയേക്കാൻ ഓരോ സമയം അവൾ ഇവന്റെ അവിടെ തന്നെ എവിടെ പോയാലും ഇവന്റെ ചേർന്നിരിക്കില്ല, കൈ തട്ടല് മിട്ടല് അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഉണ്ണി അവൾക്ക് ഇതിന് ഇഷ്ടമാണ്. നമ്മൾ ഫ്രണ്ട് നമ്മള് കൂട്ടായിരുന്നു പൊളി. ശരി. ഇതെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം നമ്മളെ വിളിക്കില്ല, ഒരു ഒറ്റയ്ക്ക് പോയി തുടങ്ങി. അപ്പൊ സെയില് പറഞ്ഞടാ ഇതേപോലെ ബെസ്റ്റ് അതായത് സെയില് പറഞ്ഞാ അതേപോലെ ശംഖുമുഖത്ത് പേർന്നു ഓടി കിട്ടി പിടിച്ച് കരഞ്ഞു. അവന് ശംഖുത്തല്ലടാ, ശംഖുത്തല്ലേ പിന്നെ എവിടെ അത് അല്ല ഒരു സ്ഥലം മാറിയല്ലേ ഒരു കരച്ചിലൊക്കെ സത്യമല്ലേ. കാര്യം സെയിലേക്ക് കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ എന്ത് ഇവനിക്ക് ഇഷ്ടമായിരുന്നില്ല ആശാൻ. പിന്നെ കറക്കവും വിഴകവും. പിന്നെ ഒരു ദിവസം നമ്മളെല്ലാം കഴിഞ്ഞ് ഫുട്ബോൾ കളിക്കാൻ പോയിട്ടെ ടർഫില്. ഇവനെ വല്ല കളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് നമ്മുടെ പുതിയ പാലം ഉണ്ടല്ലോ അതിന്റെ മണ്ടേ പേടുന്നു പാടത്തിനവിടെ ആണെങ്കിൽ നമ്മളെല്ലാം വണ്ടി വെച്ചിട്ട് ഇവനും ഇത് 4 കൂടെ നേരെ ആ പാത അടിയിൽ പോയി. നമ്മളൊക്കെ വില നിൽക്കുന്നു. പോലീസ് വന്നു. എന്തുകൂടാ താക്കോലെ കൊണ്ട് ഇവന്മാരെ പോയി, വണ്ടിയുടെ താക്കോല് കൊണ്ട് നമ്മള് വണ്ടി ബ്രേക്ക് ഉണ്ടായി നിൽക്കുന്നത്. അപ്പൊ വേറെ സന്ന നേരം പാടടിയിൽ പോയി ഇവന്മാരെ കടന്നു. പോലീസും സീനായി അങ്ങനെ പോവാനൊക്കെ പറഞ്ഞു പോയി. പിന്നെ കുറെ കഴിഞ്ഞപ്പോ എന്താ തേച്ച് തേപ്പ് ഞാൻ പറഞ്ഞു മുനിറ ഞാൻ പറഞ്ഞേ മുനിറ ഇവരെ പറഞ്ഞു അത് ആ പെണ്ണിന്റെ തെറ്റല്ല, പിന്നെ അതെല്ലാം ഇവന്റെ തെറ്റാണ്. അവിടെ ഇവരെ ഒന്നാമത് ലോങ് ഡിസ്റ്റൻസ് ആണ്, അറിയാലോ. അവിടെ ഇടുക്കി ഇവൻ എല്ലാം അമ്മ എങ്ങനെ ഒന്നാമത് നടക്കില്ല. ഇപ്പൊ ഇവളാണെങ്കിൽ അവളുടെ നാട്ടിൽ ഇവൾക്കൊരു ബെസ്റ്റ് ഉണ്ട്, ഇവിടെ ആദ്യം ബെസ്റ്റ് ആണ്, അതേപോലെ അവിടെ ഒരു ബെസ്റ്റ് ഉണ്ട്. അപ്പം അവനുമായിട്ട് ഇവിടെ ഭയങ്കര സംശയം. ഇവനെത്തിരി ആ പാവപ്പെട്ട പേര് പാവപ്പെട്ട പയ്യന് വേണ്ടി ഒന്ന് ബൈക്കിൽ കറങ്ങാൻ വെക്കൂടാ, കറങ്ങാൻ പോയി റൂം എടുത്തൂടാ, പാവപ്പെട്ട അവര് അറിയാതെ പെണ്ണൊന്നൊരു ഉമ്മ കൊടുത്ത് അത് ബെസ്റ്റ് അല്ലേ, ബെസ്റ്റ് അല്ലേ. ആ പെണ്ണിന് ഇത്തിരി ഉമ്മ എന്താണ് അവന് രാത്രി ഒരു 12-1 മണിയൊക്കെ ആകുമ്പോഴേ വിളിക്കുമ്പോ അവള് ബിസി അല്ലടാ. രാത്രി 12-1 മണിയാകുമ്പോ വിളിക്കുമ്പോ അവള് ബിസി. ബെസ്റ്റ് വിളിച്ചൂടെ അവർക്ക്, ബെസ്റ്റ് വിളിച്ചൂടെ വീട്ടിൽ വന്നിരുന്ന ഇതെല്ലാം കേൾക്കുമ്പോ ഒരുത്തത് വിഷമതോ നിന്റെ സംശയം ഒരു പാവപ്പെട്ട പെമ്പിളാണ്. എന്തൊരു അത് കുഴപ്പം എന്താണ് സംഭവം എന്താണ് ബെസ്റ്റിയാ ഡിപ്രഷന്റെ മൂർത്തി, ഡിപ്രഷന്റെ അങ്ങേ അറ്റത്തിലാണ് പോയി. കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞിരിക്കുകയാണ്. ഓരോ പയ്യന്മാരും ബെസ്റ്റ് കാരണം ഓരോ പയ്യന്മാരുടെ അവസ്ഥയാണ് ആലോചിക്കുന്നത്. ബെസ്റ്റിയാണ് എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ ബെസ്റ്റ്. അവനെ പറ്റി ചെല്ലാം പറയാൻ ഇവൻ പോയിട്ട് പശുവിനെ ആടും പിന്നെ അവർക്ക്. ഇന്നത്തെ യാത്ര ഇവിടം വരെ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം നല്ല ഫോഗൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഇരുട്ടായിരിക്കും. വലിയ എന്താ പറയാ കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് താഴെ എത്താം. ഞാൻ പോകുന്നു. ബൈ.